മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കൊഴുനാടൻ MLA നൽകിയ റിവിഷൻ പെറ്റീഷനിൽ ഇന്ന് ഹൈക്കോടതിയിൽ വാദം തുടരും. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് നടന്നതെന്നും അതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കാര്യമൊന്നുമില്ലെന്നുമാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വാദിച്ചത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അതിശക്തമായ വാദമാണ് കോടതിയിൽ നടന്നത്. സർക്കാരിന്റെ ഭാഗം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ല, ഈ റിപ്പീറ്റേഷൻ ഹർജി അത് പൂർണ്ണമായും തള്ളണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാദം. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിൽ മുഖ്യമന്ത്രിയെ വലിച്ചിരുന്നത് രാഷ്ട്രീയ പ്രേരിതം എന്നായിരുന്നു സർക്കാരിന്റെ വാദം. ഒപ്പം പ്രധാനപ്പെട്ട കാര്യം മാത്യു കുഴൽനാടനെതിരെ ഒരു ആക്ഷേപമായി ഉന്നയിച്ചത് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുകയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് മാത്യു കുഴൽനാടന് പെട്ടെന്ന് പേരെടുക്കാൻ വേണ്ടിയുള്ള ഒരു കുറുക്കുവഴി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ മാത്യു തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. തൃക്കുന്നപ്പുഴയിൽ CMRL-ന് അനധികൃതമായ ഭൂമി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഇതിന് പ്രത്യുപകാരമായാണ് മകളുടെ കമ്പനിക്ക് ഇത്തരത്തിൽ ഒരു സേവനം നൽകാതെ ഇത്തരത്തിൽ മാസത്തിൽ പൈസ നൽകാൻ ഒരു കരാറിലേക്ക് എത്തിയതെന്നുള്ളതാണ് മാത്യുവിന്റെ വാദം. ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്യു. നേരത്തെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു തിരുവനന്തപുരം കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് റിപ്പീറ്റേഷൻ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ആ കേസിൽ വിശദമായ വാദം തുടരും. മാത്യുവിന്റെ ഭാഗമായിരിക്കും ഇന്ന് വാദത്തിൽ ആദ്യം ഉണ്ടാകുക. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.